മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന പരിപാടികൾ ഇന്നലെ കൊച്ചിയിലായിരുന്നു. ഇന്ന് തൃശ്ശൂരിൽ നടക്കുന്നു. നാളെ കോഴിക്കോട്ടേക്ക് മുഖ്യമന്ത്രി എത്താനിരിക്കുകയാണ്. അതിനു മുൻപ് കോഴിക്കോട്ടെ പ്രധാന നേതാക്കൾ LDFിൻ്റെയും UDFിൻ്റെയും NDAയുടെയും നേതാക്കൾ മീറ്റ് ദ ലീഡേഴ്സ് എന്ന പരിപാടിയിൽ സംസാരിച്ചിരുന്നു. കോഴിക്കോട് പ്രസ് ക്ലബ്ബ് നടത്തിയ പരിപാടിയിൽ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നേതാക്കൾക്ക് LDFിൻ്റെയും UDFിൻ്റെയും NDAയുടെയും നേതാക്കൾക്ക് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയാനുള്ളത് എന്ന റിപ്പോർട്ട് കൂടെ കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് 3 പ്രധാന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഒരുമിച്ച് ഒരു വേദിയിൽ എത്തിയത്. കോഴിക്കോട് കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റുകൾ നേടി ഇത്തവണ കോർപ്പറേഷൻ വീണ്ടും പിടിക്കുമെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. കോർപ്പറേഷനകത്തൊക്കെ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കോർപ്പറേഷന് ഞങ്ങൾ നേടും. കോർപ്പറേഷന് വിജയം ഒരു അസൂയാവഹമായ വിജയമായി ഞങ്ങൾ കാണുന്നു. അതിശക്തമായി UDF ജില്ലയിൽ തിരിച്ചുവരുമെന്ന അവകാശവാദമാണ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ നടത്തിയത്. ഇത്തവണ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ UDF പിടിക്കും. ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ UDFിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സത്യപ്രതിയും. തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു പ്രത്യാശ പ്രകടിപ്പിച്ചു. കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള അവഗണനയും എയിംസ് നിഷേധിക്കുന്ന നിലപാടും ചർച്ചയായി. ഞങ്ങൾ പറയുന്നു എയിംസ് കോഴിക്കോട് വേണം. എയിംസ് നമുക്ക് ഒറ്റക്കെട്ടായ എയിംസിന് വേണ്ടി പ്രവർത്തിക്കണം. ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുത്ത് 250 ഏക്കർ ഉണ്ടെന്ന് പ്രവർത്തിച്ച പോലെ നിങ്ങളുടെ ഗവൺമെന്റും നിങ്ങളുടെ പാർട്ടിയും അതിനോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊപ്പം പരസ്പരം തമാശകൾ പങ്കുവച്ചുമാണ് കോഴിക്കോട് നടന്ന മീറ്റ് ദ ലീഡേഴ്സ് പരിപാടി അവസാനിച്ചത്. കോൺഗ്രസ് മുക്ത കോർപ്പറേഷൻ കൈരളി ന്യൂസ് കോഴിക്കോട്.